5-6 ദിവസമായിട്ട് നമ്മളെ കൂടെ വന്ന് ചേർന്നൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. എവിടെ നിന്ന് വന്നായാലും നല്ല അടിപൊളി സുന്ദരി ഒരു പൂച്ചക്കുട്ടി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ദോശയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണേ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ദോശയും ഇന്നലത്തെ ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ദോശക്കല്ലെടുത്ത് മാറിപ്പോയി കേട്ടോ, ചപ്പാത്തിക്കല്ലായിപ്പോയി. ദോശ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. നമ്മളെ ദോശക്കല്ലല്ല, ചപ്പാത്തിക്കല്ലാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലിൽ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇളക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ സിംഹമാണെങ്കിൽ അവിടെ ഫുഡ് കഴിക്കാതിരിക്കുന്നു. സിംഹം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാൻ ദൈവത്തിന് സകല ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. കാരണം ദോശ പൊടിയാതെ എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്തായാലും ആദ്യത്തെ ദോശ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കിട്ടി കേട്ടോ. പിന്നെ ഇനി ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അതിനി പൊടിഞ്ഞാലും പൊടിഞ്ഞില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമേ അല്ല. നമ്മൾ ഏത് ദോശയും കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ കറിയും നമ്മളെ ദോശയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പനിക്കാപ്പിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഈ പനിക്കാപ്പി എനിക്ക് നല്ല റിസൾട്ടുണ്ട്. 3-4 ദിവസമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ഈ പനിക്കാപ്പി കുടിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ കരിപ്പട്ടിയും കുരുമുളകും തുളസി ഇലയും പറയുന്ന പോലെയല്ല കേട്ടോ, നല്ല റിസൾട്ടുണ്ട് കേട്ടോ. എൻ്റെ ചുമയൊക്കെ ഒരുപാട് കുറഞ്ഞു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ ചോമിയമ്മ കുറേ കാര്യങ്ങളും വിശേഷങ്ങളുമായിട്ട് വന്നത്. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മായിയമ്മ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയമ്മയുടെ ചേച്ചിയാണ്, അതായത് വല്യമ്മ. ആ ചോമിയമ്മ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, സിംഗിളാണ്. അപ്പം എപ്പോഴും എന്നെ തിരക്കി വരും എൻ്റെ കാര്യം. ഞങ്ങളുടെ വീട്ടിൻ്റെ താഴത്തെ നിലയിൽ തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാത്തൂനും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ്. അതായത് എൻ്റെ അമ്മയും ചോമിയമ്മയ്ക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ വേണ്ട എന്ന് ചോമിയമ്മ ഇങ്ങനെ പറയണമെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു സ്നേഹം, ഇതൊക്കെ നാട്ടിൻപുറത്ത് മാത്രം കാണാൻ പറ്റുന്ന സ്നേഹപ്രകടനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ചോമിയമ്മ എന്നോട് പറയാണ്, ഞാൻ നിനക്ക് ദോശയും മുളക് കറിയും കൊണ്ടുവന്നിട്ടുണ്ട്, നീ എടുത്ത് കഴിക്കുന്നുള്ളത്. അപ്പോൾ എനിക്കതിനകത്ത് തേങ്ങ വെച്ച ദോശയാണ് കേട്ടോ. ഞാൻ ദോശ കഴിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിനക്ക് തേങ്ങ വെച്ച ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ വെച്ച ദോശ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ കരിക്ക് പോലത്തെ തേങ്ങ ഉണ്ടല്ലോ, ഇളത്തേങ്ങ, അത് ഇട്ടിട്ട് വീണ്ടും ദോശ മാവ് ഒഴിച്ച് അത് മൂടി വയ്ക്കും. കാണുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ദോശ പോലെ തോന്നുമെങ്കിൽ നമ്മളത് പിച്ച് കഴിക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് നല്ല നല്ല തേങ്ങ വരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അതോ. വേണമെങ്കിൽ നമുക്ക് പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ ഇതിൽ പഞ്ചസാര എന്തായാലും ചേർത്തില്ല, പക്ഷേ കരിക്ക് പോലത്തെ തേങ്ങയാണ് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങാ ദോശയൊക്കെ തിന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.